കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളെ തൊടുവെന്ന് ഒരു അടിപൊളി പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പൈനാപ്പിൾ മധുര ഉള്ള പച്ചടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് 2 വശത്തും ചെത്തി കളഞ്ഞിട്ട് തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഞാനിത് ഒരു പൈനാപ്പിൾ ഫുള്ളും എടുക്കണില്ല. നമ്മൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ അളവ് കപ്പിന് 2 കപ്പ് അളവിലേ എടുക്കുകയുള്ളൂ. അയ്യവ നല്ല പഴുത്ത പൈനാപ്പിൾ കേട്ടോ. ഇപ്പം നല്ല സൂപ്പർ പൈനാപ്പിളായിട്ടോ, കണ്ടില്ലേ? ഇത് നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഇങ്ങനെ തോല് കളഞ്ഞിട്ട് ഉടനെ കഴുകണം, അരിഞ്ഞിട്ട് കഴുകാൻ പാടില്ല. അരിഞ്ഞിട്ട് കഴുകിയാൽ അത് മൊത്തം വെള്ളം കയറി കുതിർന്ന് വരും. അതുകൊണ്ടാണ് അരിഞ്ഞിട്ട് കഴുകണ്ട പറഞ്ഞത്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ പകുതി മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ അടിയിലൊരു കട്ടി പോലെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇതാ വടി മാതിരി, അത് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടില്ലേ? ഇതാ ഇത് മുറിച്ചെടുത്തത്. ഇനി എല്ലാத்தைയും ഇതേപോലെ മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ? ഈ കനത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്, ചെറുതായിട്ട്. ഉണ്ടാ ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. അങ്ങനെ ഈ പൈനാപ്പിൾ ഞാൻ അളവ് കപ്പ് കൊണ്ട്, എന്ന് വെച്ചാൽ 250 ml കപ്പിൻ്റെ 2 കപ്പ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് അതിൽ നിന്ന് മാറ്റി വെക്കുകയാണ്, നമുക്കതിൽ ആവശ്യമുണ്ട്. ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഞാൻ 3 പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ചടി മധുരം ഉള്ളതാണ്. അപ്പോൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ലേശം കരിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി എല്ലായിടത്തും, മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലായിടത്തും പടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, തിളച്ച് വരുന്ന കണ്ടില്ലേ? ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് കൊണ്ടുവരാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച പൈനാപ്പിളും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു കഷ്ണമോ ഒന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഈ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 2 3. ഇത് മധുര പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ, അതിനാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചിട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി
ആ തേങ്ങയുടെ ഒക്കെ പച്ചമണമൊന്ന് മാറട്ടെ. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മളിത് ഇളക്കി 2 മിനിറ്റ് ആയേ. ഇനി നമുക്കിതിൽ കറുത്ത മുന്തിരിക്ക കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മെല്ലെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്, ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. നമുക്കിനി ഇതിൽ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. മിനിമം തൈരാണ്. അത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത് കേട്ടോ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ തൈര് പെനയുള്ളൂ. അതുകൊണ്ടാണ് ചൂടാറാൻ 1 മിനിറ്റ് ഇറക്കി വെച്ചത് കേട്ടോ. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് താളിച്ച് ഒഴിക്കാം. താളിച്ച് ഒഴിക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെ ഇറ്റിയേരയുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ്. 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുകാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ 4 ഉണക്കമുളകാണ് ഇതിൽ മുറിച്ചിടുന്നത്. മുളകൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കൂടെ ലേശം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് കരിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് മുളകൊക്കെ നന്നായിട്ട് ഒന്ന് കളർ മാറി വരട്ടെ. ഇനി ഇറക്കി വെക്കാം. ലേശം ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കണം. ഇച്ചിരി നേരം മൂടി ഇരുന്നോട്ടെ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ മക്കളെ, നമ്മുടെ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കുമ്പോൾ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.